സങ്കീർത്തനങ്ങൾ 78 9, 10, 10, 11 വായിച്ച്. 78 സങ്കീർത്തനത്തിന് 10, 11. അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. സ്തോത്രം. ഇത് ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറയാണ്. അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവൻ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ സത്വർത്തമാനം കേട്ടവരാണെങ്കിൽ അവരതിലേക്ക് കീറാൻ കഴിയാവുന്നതിന്റെ കാര്യം ഒന്നാമത്തെ കാര്യം വിശ്വസിച്ചില്ല, രണ്ടാമത്തെ കാര്യം അനുസരിച്ചില്ല എന്നുള്ളതാണ്. ഹാലേലിയ. ഇവിടെ ഹാലേലിയ ആമീൻ. 9-ാം വാക്യം പറഞ്ഞ്, ആയുധം ധരിച്ച വില്ലാളി എഫ്രൈമിൽ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ഹാലേലിയ. അവരെന്തുകൊണ്ട് യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമീൻ എവിടെയാണ്? പുറപ്പാട് ദിവസം 13-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഒന്ന് വായിക്കാവോ? പുറപ്പാട് 13-ന്റെ 18. ചെങ്കടലിനരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. അവര് പുറപ്പെട്ടപ്പോഴേ യുദ്ധസന്നദ്ധരായിട്ട് പുറപ്പെട്ടു വന്നു. പക്ഷെ 14-ന്റെ 10 വായിച്ചു സിസ്റ്റർ. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തലയുയർത്തി. മിസ്രൈമർ പിന്നാലെ വരുന്നത് കണ്ടു ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ആമേൻ, സ്തോത്രം. അവര് സന്നദ്ധരായി അവിടുന്ന് പുറപ്പെട്ടവർ ഫറവോൻ വരുന്നത് കണ്ടപ്പോൾ തല പൊക്കുന്നൊക്കെ അവർ ഭയപ്പെട്ടു. അവർ ദൈവത്തോട് നിലവിളിച്ച്. കാരണം എന്താന്ന് വെച്ചാൽ അവർ പുറപ്പെട്ടപ്പോൾ യുദ്ധസന്നദ്ധരായൊക്കെ പുറപ്പെട്ടു. പക്ഷെ യാത്രയിൽ ഉടനീളം അവരിൽ കടന്നു വന്ന അവിശ്വാസവും അവരിൽ കടന്ന അനുസരണക്കേടും അവരെ യുദ്ധം ചെയ്യാനുള്ള പ്രാപ്തി ഇല്ലാത്തവരായി. ഹാലേലിയ. അവർ ഭയപ്പെടാൻ തുടങ്ങി, അവർ നിലവിളിക്കാൻ തുടങ്ങി. നമ്മൾ ഒരു മരുഭൂമി യാത്രയിലാണ് നിൽക്കുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹാലേലിയ ആമേ ഹാലേലിയ ഈ യാത്രയെ പറയുന്ന മരുഭൂമി. നമ്മൾ യുദ്ധസന്നദ്ധരായാണ് ദൈവം നമ്മളെ പുറപ്പെടുവിക്കുന്നത്. ദൈവം നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത് യുദ്ധസന്നദ്ധരായി തന്നെ. പക്ഷെ പലപ്പോഴും നമ്മളും ഇതുപോലെ ശത്രുവിനെ കാണുമ്പോൾ ഭയപ്പെടും, നിലവിളിക്കുകയും ചെയ്യും. കാരണം എന്താണെന്നറിയോ? നമ്മൾക്ക് വിശ്വാസവും ഇല്ല, അനുസരണവും ഇല്ല. ഹാലേലിയ. നമ്മൾ വിശ്വസിച്ച് അനുസരിച്ച് ഹാലേലിയ ദൈവസേന നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പ്രതികൂലം നമ്മുടെ മുമ്പ് നിൽക്കുന്ന നമ്മൾ ഭയപ്പെടത്തില്ല. ഹാലേലൂയ ആമേൻ. ഹാലേലിയ. 78-ന്റെ 6 ഒന്ന് വായിച്ചു സിസ്റ്റർ. സങ്കീർത്തനം 78-ന്റെ 6. 78-ന്റെ 6. വരുവാനുള്ള തലമുറ, ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും. അത്ര മതി. വരുവാനുള്ള തലമുറ ജനിപ്പാൻ മക്കൾ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രതി മറന്നിട്ടില്ല അവന്റെ കൽപ്പന പ്രമാണിച്ച് നടക്കുകയും. അപ്പം ബാലൻ 22-ാമത്തെ സദൃശ്യം 22-ന് 6 ബാലൻ നടക്കേണ്ടുന്ന വഴി. ഹാലേലൂയ. 22-ന് 6 മിനിറ്റ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധരായാലും അത് വിട്ടുമാറിയില്ല. അപ്പൊ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. നടക്കുന്ന വഴിയിൽ അഭ്യസിപ്പിക്കാനല്ല, അവർ പോകുന്ന വഴിയിൽ നടത്താനല്ല, നടക്കേണ്ടുന്ന വഴിയുണ്ട്. ഹാലേലിയ. ഇന്ന് എങ്ങനെയാ ചെയ്യുന്നത്? നമ്മുടെ മക്കളൊക്കെ പോകുന്ന വഴിക്ക് പൊക്കോട്ടെ. ഹാലേലിയ
എന്ന് പറഞ്ഞിട്ടാണ് പലരും നടത്തുന്നത്. പക്ഷെ നടക്കേണ്ടുന്ന വഴിയിലല്ല നടത്തുക. പക്ഷെ നമ്മൾ ബാലൻ നടക്കേണ്ട വഴിയിൽ, അതായത് ഇവിടെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഹാലേലൂയ മക്കൾ, ഹാലേലൂയ എന്താ പറയാ, മക്കൾ പെരുമാളത്തല്ലോ ജനിപ്പം മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട്, അപ്പൊ വരുന്ന ഒരു തലമുറയെ ഹാലേലൂയ അവർ നടക്കേണ്ടുന്ന വഴി അഭ്യസിപ്പിക്കാൻ നമ്മളെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട്. അത് ഗ്രഹിച്ചെഴുന്നേറ്റ് അവരെ അറിയിച്ച് അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും. അപ്പം ദൈവം ചെയ്ത പ്രവർത്തികൾ നമ്മൾ മക്കളോട് പറയണം. ദൈവം നമ്മളെ നടത്തുന്നത് മക്കളോട് പറയണം. ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ കുറിച്ച്, വചനത്തെ കുറിച്ച് കൃത്യമായി നമ്മുടെ മക്കളോട് പറയണം. എന്നിട്ട് അതിലൂടെ അവരെ നടത്തുവാൻ വേണ്ടി നമ്മൾ അവരെ അഭ്യസിപ്പിക്കണം. എന്നാൽ മാത്രമേ യുദ്ധം വരുമ്പോൾ അവര് ഭയപ്പെടാതെ നിൽക്കത്തുള്ളൂ. അവരുടെ ജീവിതത്തിൽ ഒരു പരീക്ഷ വരുന്ന സമയത്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അവർക്ക് ഉറപ്പോടും ധൈര്യത്തോടും കൂടി നിൽക്കുവാൻ കഴിയുള്ളൂ. ജോഷുവയുടെ ദൈവം പറയുന്ന കാര്യം നമ്മൾ മറന്നു പോകല്ലോ. നീ ഈ ഇതിൽ എഴുതിക്ക് ന്യായപ്രമാണം ഒക്കെ പ്രമാണിച്ച് നടക്കേണ്ടത് നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വചനം പറഞ്ഞ് നമുക്ക് നടത്തുകയാണെങ്കിൽ അവരെപ്പോഴും ഏത് പ്രതികൂലത്തെ എവിടെ ചെന്ന് നിന്നാലും അവർ ഉറപ്പും ധൈര്യമുള്ള, അവരെ ഗൈഡ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ അഭിഷേകം അവർ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാനായിട്ട് ഒരു മനുഷ്യനിലും കുഴപ്പമില്ല. പരിശുദ്ധാത്മ അവരെ ഗൈഡ് ചെയ്യും. പരിശുദ്ധാത്മാരെ വഴി നടത്തും. പലപ്പോഴും നമ്മളെക്കാട്ട് ജ്ഞാനത്തോട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആമേ സംസാരിക്കുക നമുക്ക് കേൾക്കാൻ കഴിയും. 72 എന്നിട്ട് നമ്മൾ സങ്കീർത്തനൊക്കെ ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് എങ്ങനെയാ? ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെ പാപികളുടെ വഴിയിൽ നിൽക്കാതെ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ചെയ്യുന്നു. അപ്പൊ ഒരു മനുഷ്യൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എങ്ങനെ നടക്കുന്ന ചോദിച്ചാൽ അവന് യഥാർത്ഥ ആലോചന എന്തെന്ന് അറിയാത്തത് കൊണ്ടാവും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ പോകുന്നത്. പാപികളുടെ വഴിയിൽ നിൽക്കുന്ന എന്തുകൊണ്ട്, അല്ലെങ്കിൽ പരിഹാസ ഇരിപ്പിടത്തേക്ക് ഇരിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് അത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അതെങ്ങനെ അവർക്ക് തിരിച്ചറിയണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് അറിയത്തുള്ളൂ. ആമേൻ. നമുക്കത് പോകാൻ പാടില്ല, നമുക്കത് എടുക്കാൻ പാടില്ല, നമുക്കത് ചെയ്യാൻ പാടില്ല. ആമേൻ. എന്ന് നമ്മുടെ ഉള്ളത്തിൽ തോന്നണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിവ് വേണം. ഇന്നലെ തന്നെ ഞാനിങ്ങനെ മോളോട് സംസാരിക്കുമ്പോ അവർക്ക് ക്രിസ്മസിന്റെ അവധി അപ്പം പിയയുടെ പേരൻസ് ഒക്കെ അങ്ങോട്ട് ചെല്ലാൻ കിടന്ന് വിളിച്ചമ്മ അപ്പൊ ഞാൻ എന്റെ മനസ്സിലിങ്ങനെ എന്നാ പോണ ഒരു ദിവസം പൊക്കോന്ന് പറയപ്പോ ഒരാള് ഞാൻ പോകുന്നില്ല, കാരണം ഞാൻ ചപ്പ എന്താ എനിക്കപ്പോ കുറച്ചുകൂടെ അറിയാനായിട്ട് ആഗ്രഹം. ഞാൻ എന്താ മോള് പോകാതെ? അതെ, പിന്നെ യേശുപ്പച്ചൻ എന്നോട് ഇടപെട്ട് ഹൃദയത്തിൽ തന്നു പോകണ്ട. ഞാൻ പറയാം എന്താ യേശുപ്പച്ചൻ പറഞ്ഞേ? അപ്പം എന്താ വെച്ചപ്പോ വളരെ അല്ലമ്മ, പിന്നെ അവര് ഈ കത്തോലിക്കരാണല്ലോ, അവിടെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോ ഈ കള്ളുകൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാരും കൂടെ ആക്കി കൂടെ, അപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്ക് പോയിരിക്കാൻ പാടില്ലല്ലോ, അല്ലേ അവൾ എന്നോട് പറയുന്നേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പം ഞാൻ പോലും എന്റെ ബുദ്ധി വിചാരിച്ചു ഒറ്റയ്ക്കല്ലേ, അപ്പൊ അവക്കൊരു വിഷമാകണ്ടല്ലോ, അവരുടെ വീട്ടിലെ ആ കൂടെ ഉള്ള കുട്ടിയല്ലേ, പൊക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോ ദൈവം അതിനെക്കാട്ടി ഡീപ്പായിട്ട് അവളോട് ഇടപെട്ട് കഴിഞ്ഞു. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഗൈഡ് ചെയ്യുന്നറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ഗൈഡ് ചെയ്താൽ പോലും നമ്മൾ നമുക്ക് തെറ്റിപ്പോവും. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ആ ഗൈഡൻസ് കർത്താവ് എന്നും നിലനിൽക്കണമേ. കാരണം ആ ഗൈഡൻസ് കർത്താവ് കുഞ്ഞുങ്ങൾ പോലെ എന്നും ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ദൈവം ഗൈഡ് ചെയ്യുമ്പോൾ ആ ദൈവത്തിന്റെ അതിന്റെ അവർക്ക് കാര്യകാരണം സഹിതം മനസ്സിലാക്കി കൊടുത്തവരെ ബോധ്യപ്പെടുത്തി അവരെ അത് ഉറപ്പിച്ചത്. പക്ഷെ നമ്മൾ ഗൈഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ നമ്മൾ പോണ്ടെന്ന് പറഞ്ഞ ഉടനെ സെന്റിമെന്റ്സ് ആകും, വിഷമമാകും, സങ്കടം. അവർക്ക് കറക്റ്റ് എന്തുകൊണ്ടാണ് നമ്മളൊരു സ്ഥലത്ത് നോ പറയുന്നത് അവർക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം മക്കളെ ഗൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ കർത്താവ് പരിശുദ്ധൻ നമ്മളോട് എൻ്റെ ഒരു കാര്യം അറിയിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയിക്കുന്നത്? അതിന്റെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ട് പറയും ഇതുകൊണ്ട് അത് ചെയ്യരുത്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അപ്പം പരിഹാസികളുടെ ഇരിപ്പിടത്തേക്ക് ഇരിക്കാതിരിക്കണം. എന്ത് വേണം അറിയാം? അത് പരിഹാസികളുടെ ഇരിപ്പിടമാണെന്നവർക്ക് തിരിച്ചറിയുന്ന നോളജ് വേണം. അത് ലോകത്തുനിന്ന് കിട്ടുന്നതല്ല, അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ.
വചനം അറിയാമെങ്കിൽ ഹല്ലേലൂയ, അവർക്കറിയാം ഇത് എനിക്ക് പറ്റത്തില്ല, ഇവിടെ ഞാൻ ചെന്ന് നിൽക്കാൻ പാടില്ല, ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പാടില്ല, ഇവരുടെ കൂടെ ഇതിനകത്ത് നമ്മൾ പങ്കാളികൾ ആകാൻ പാടില്ല എന്ന് ദൈവ വചനം നമ്മൾ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ആമേ. അടുത്ത പറയുന്നത് 78 സങ്കീർത്തനത്തിന് 9 വാക്യം ഒന്ന് വായിക്കാം സിസ്റ്റർ. ആയുധം ധരിച്ച വില്ലാളികളായ എബ്രേമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. ആമേൻ. 10 വായിച്ചോ. അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു നടന്നു. ആയുധം ധരിച്ച വില്ലാളികളെ എഫ്രൈമർ യുദ്ധ ദിവസത്തിൽ പിന്തിരി. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 8 അധ്യായത്തിന്റെ 11 വാക്യം ഒന്ന് വായിക്കാവോ. ഹോശേയ. എബ്രേം പാപപരിഹാരത്തിനായി അനേകം യാഗപീഠങ്ങളെ ഉണ്ടാക്കിയത് കൊണ്ട് യാഗപീഠങ്ങൾ അവന് പാപഹേതുവായി തീർന്നിരിക്കുന്നു. ആമേൻ. എഫ്രൈമർ അനേക യാഗപീഠങ്ങളെ ഉണ്ടാക്കി. എന്തിനാ അനേക യാഗപീഠങ്ങൾ ഉണ്ടാക്കി? ദൈവത്തിന് ഒറ്റ യാഗപീഠം പണിയാതെ ദൈവം പറഞ്ഞോളൂ. ഹല്ലേലൂയ. അവിടെ ഇതേക്കുന്ന അവർ അനേക യാഗപീഠങ്ങൾ ഉണ്ടാക്കാനല്ല ദൈവം നമ്മളെയൊക്കെ വിളിച്ചേക്കുന്നത്. നമുക്ക് ഒറ്റ യാഗപീഠമേ പാടുള്ളൂ. ഹാലേലൂയ. കാരണം നമ്മുടെ ദൈവം ഏകനാണ്. ആ സർവശക്തനാ ദൈവത്തിൽ കണ്ടിടത്തെല്ലാം പോയിട്ട് ഹാലേലൂയ യാഗപീഠം പണിയാൻ കണ്ട മരത്തിന്റെ ചുവട്ടൊക്കെ പോയിട്ട് ആരാധിക്കാനും അല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. ഇപ്പൊ നമ്മള് മറ്റുള്ള മതങ്ങളെയൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ദൈവങ്ങളാണ്. ക്രിസ്ത്യാനി എന്ന് പറയുന്ന കത്തോലിക്ക എടുത്തു നോക്കിയാൽ അവർക്ക് ഒരുപാട് ദൈവങ്ങളാണ്. ഇപ്പം അതൊന്നും ദൈവങ്ങളല്ല, അതെല്ലാം മധ്യസ്ഥന്മാരാണെന്ന് പറഞ്ഞാലും മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ഏക മധ്യസ്ഥത യേശു അത്രയും നമ്മളെ കൃത്യമായി വചനം പഠിപ്പിക്കുമ്പോൾ അവർക്കൊരു ഇപ്പം പറഞ്ഞിപ്പോ ഉമ്മൻചാണ്ടി ഒരു മധ്യസ്ഥനാകാൻ പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതാണ് ഇന്നത്തെ അപ്പൊ അവിടെ. പക്ഷെ ഇവിടെ എഫ്രൈം അതുപോലെ അനേക യാഗപീഠങ്ങൾ അവർ പണിത്. അനേക യാഗപീഠങ്ങളല്ല നമ്മൾ ഒരു. അതുകൊണ്ട് അവരിവിടെ യുദ്ധ ദിവസത്തിൽ എന്താ പറയുന്നത്, ആയുധമില്ല. എഫ്രൈം യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ധൈര്യമില്ല, അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, അവർ തോറ്റുപോകും. കാരണം അവരുടെ കൂടെ സർവശക്തനായ യഹോവയാൻ ദൈവം അവരുടെ കൂടെ ഇല്ല. എഫ്രൈമർ ആരുടെ മക്കളാ? യോസഫിന്റെ മക്കള്. ഹല്ലേലൂയ. അനേക വാഗ്ദത്തങ്ങളൊക്കെ കേട്ടവരവര്. ഹല്ലേലൂയ. പക്ഷേ അവര് എവിടെ തെറ്റിപ്പോയെന്ന് വെച്ചാൽ അവരുടെ യാഗപീഠം പണിയുന്നിടത്ത് അവര് തെറ്റിപ്പോയി. ഹല്ലേലൂയ. ആമീൻ. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മൾ വിശ്വാസത്തിൽ, അപ്പൊ ദൈവത്തിന്റെ വചനം എന്താ? വിശ്വാസത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരായി വളരണം. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ നമ്മൾ പറയാണ് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ കേട്ടോ, നല്ല ഹെൽത്തി കേട്ടോ, അവരെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ രോഗമൊന്നും വരുത്തില്ല. നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നത് പറയാം. അതുപോലെ വിശ്വാസത്തിൽ നമ്മൾ ആരോഗ്യമുള്ളവരായി വളരുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അൺഹെൽത്തി ആയി നമ്മൾ പോകത്തില്ല, ഭയപ്പെടത്തില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിളിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല, മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പതറിപ്പോത്തും. പക്ഷെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെ വരുന്നുണ്ടോ? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യമില്ലാത്തവരാകുന്നുണ്ടാകും. വിശ്വാസത്തിൽ നല്ല ഉറപ്പുള്ളവരായിരിക്കണം, വിശ്വാസം നല്ല ആരോഗ്യമുള്ളവരായിരിക്കണം. നിങ്ങൾ ഉറച്ചെന്ന് വീര്യം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളത്തിൽ അതുപോലെ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കണം. യൂദായുടെ ലേഖനത്തിന് 3-ാമത്തെ വാക്യം യൂദായുടെ ലേഖനം 1:3. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഒരിക്കലും വിശ്വാസത്തിന് വെച്ചാൽ പോരാടണം. നമ്മളെ വിശ്വാസത്തിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിൽ വീര്യമുള്ളവരായി വരാൻ വേണ്ടി ഒരു പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പോരാട്ട വീര്യത്തോട് നമ്മൾ നിന്നാൽ മാത്രമേ നമുക്ക് വിശ്വാസത്തിൽ നമുക്ക് ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി, ആ വീര്യമുള്ളവരൊക്കെ നിൽക്കുക. അപ്പൊ വിശ്വാസ ജീവിതം ഒരു പോരാട്ട ജീവിതമാണ്. അപ്പൊ നമ്മൾ പോരാടേണ്ട വേറെ നേടാൻ പറ്റില്ല. വിശ്വാസത്തിൽ ഉറപ്പോട് നിൽക്കാൻ വേണ്ടി നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. അടുത്ത 78-ന്റെ 10-ാം വാക്യം നമ്മൾ നേരത്തെ വായിച്ച, അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു നടന്നു. എഫ്രൈമിനെ കുറിച്ച് തന്നെ ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ കുറിച്ച് അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവർ
ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. ഹാലേലിയ. അപ്പൊ നമ്മൾ ഹാലേലിയ ദൈവം നമുക്ക് തന്ന വചനം വായിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ദൈവം നമുക്കുള്ള വചനം ഹാലേലിയ വെറുതെ കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് പ്രമാണിക്കാനുള്ളവരാ. നമ്മളെ കൃപയിലല്ലേ സിസ്റ്ററെ? കൃപയിൽ വചനമൊക്കെ പ്രമാണിക്കണമെന്നല്ല നിർബന്ധമല്ലോ ഉണ്ട്. ദൈവത്തിന്റെ കൃപ ഇങ്ങ് വരത്തില്ലേ? ചെയ്തു കൂട്ടിയതിനും ചെയ്തുകൊണ്ടിരിക്കുന്നതിനും ചെയ്യാനുള്ളതിനും എല്ലാം വേണ്ടിയിട്ടല്ലേ കർത്താവ് മരിച്ചേക്കുന്നത്. അപ്പൊ വചനം പ്രമാണിച്ചില്ല എന്ന് വെച്ചാൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന പഠിപ്പിക്കലുകളുണ്ട്. ഒരിക്കൽ എനിക്കൊരു ദിവസം പഠിപ്പിച്ചുകൊണ്ട് പറയുന്നതാണ്, വചനം പ്രമാണിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ദൈവം നമ്മളെ ശിക്ഷിക്കുവോ? ദൈവം നമ്മുടെ അപ്പനല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാലേലിയ ആമേ ഹാലേലിയ ദോശ ഇട്ടുകൊണ്ടിരിക്കുമ്പോ അടുത്ത് വന്നിട്ട് ഹാലില് അതിനെക്കുറിച്ച് അറിവില്ല എന്തെങ്കിലും പറഞ്ഞു നമ്മൾ ദോശക്കല്ലേ പിടിച്ചു വെച്ച് കൊച്ചുങ്ങളുടെ കൈ ആരെങ്കിലും പൊള്ളിക്കുവോ? അങ്ങനെ നമ്മുടെ ദൈവം ചെയ്യുവോ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറയുന്നത് കേട്ടോ. അവിടെ നിന്നിട്ട് ഹാലേലിയ ഞാൻ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചില്ല എന്ന് ചിലപ്പോൾ ദൈവം നമ്മളെ പിടിച്ച് ശിക്ഷിക്കത്തോ അടിക്കത്തോ ഒന്നുമില്ല. എവിടെയും സംഭവിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഹാലേലി ഒരു പ്രതികൂലം മുമ്പിൽ നിൽക്കുമ്പോൾ ഇവിടെ എഫ്രൈമർ എന്തുകൊണ്ട് അവരെ ആയുധം ധരിച്ച് വില്ലാളികളായിരുന്നു, പക്ഷെ അവർക്ക് യുദ്ധ ദിവസത്തിൽ യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല. യുദ്ധത്തിന് ദിവസം അവർ തോറ്റു പോകുന്നു. ഇതൊക്കെ ചെയ്യുന്ന കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണം പ്രമാണിക്കാതെ നടന്നത് കൊണ്ട്, അത് വിശ്വസിക്കുകയും പ്രമാണിക്കുകയും ചെയ്യാഞ്ഞത് കൊണ്ടാ. ഹാലേലൂയ. അല്ല ദൈവം കയറി നമ്മളെ ചിലപ്പോ കൈ പിടിച്ച് വെച്ച് പൊള്ളിക്കത്തൊന്നുമില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പനും അമ്മയും പറയും ഹാലേലി എന്താ പറയാ. എന്റെ ഒരു പഴയൊരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഹാലേലിയ അവരുടെ വീട്ടില് ഹാലേലിയ ഈ തീയൊക്കെ കത്തിയുമ്പോൾ കൊച്ചു പിള്ളേർ കൊച്ചായിരിക്കും അവന് തീയൊക്കെ കത്തിക്കിടക്കും. തീ കാണുമ്പോൾ വലിയ സന്തോഷം. പിള്ളേർക്ക് ഭയങ്കര ഈ ചുമന്ന തുടുത്തൊക്കെ ഇരിക്കുന്ന പോയി തൊടാൻ നോക്കും. കാരണം പിള്ളേർക്ക് അറിയില്ല ഇത് പൊള്ളൂ എന്നുള്ള കാര്യം. അല്ലെ അവരുടെ അപ്പൂപ്പൻ അവിടെ നിന്നുണ്ട് 2-3 പ്രാവശ്യം പറയും മോനെ തൊടരുത് പൊള്ളും, മോനെ തൊടരുത് പൊള്ളും എന്നാണ്. അപ്പൊ പിള്ളേർക്ക് വീണ്ടും തൊടാനായിട്ട് വലിയ ആഗ്രഹമാണ്. കാരണം ഇത് എന്താണെന്ന് അറിയത്തില്ല. അവന് 3-4 പ്രാവശ്യം പറയും കൊച്ചു പിന്നെ അവൻ പിന്നെ അതിന്റെ അടുത്തേക്ക് ചെന്നു. മുത്തച്ഛൻ ഒന്നും മിണ്ടിയില്ല. അവൻ പോയി തൊട്ട് പൊള്ളി. പിന്നെ അതിനുശേഷം തീ കണ്ട അടുത്ത് പോകത്തില്ല. ഹാലില്ലേ. കാരണം എന്താന്ന് വെച്ചാ ഇത് തീക്കനൽ കാണുമ്പം കൈകൊണ്ട് തൊടാനായിട്ടും വാരാനായിട്ടും പിള്ളേർ ആഗ്രഹിക്കും. മുതിർന്നവർ പറയും മോനെ പോകല്ലേ തൊടല്ലേ പൊള്ളും. ഹാലില് ഇത് കേട്ടിട്ട് വീണ്ടും പോവുകയാണെങ്കിൽ പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കില്ല ഇത് തൊടാൻ പാടില്ലാത്ത സാധനമാണ്. അതുപോലെ നമ്മൾക്ക് ദൈവം തരുന്ന അറിവാ ഇത്. നിങ്ങൾ അങ്ങോട്ട് പോകല്ലേ, നിങ്ങൾ ഇത് പ്രമാണിച്ച് ഇങ്ങനെ നടക്കണം, ഇല്ലെങ്കിൽ ഇതുപോലുള്ള ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് പ്രമാണിക്കുന്നില്ല, ഇത് അനുസരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന കാര്യം നമ്മൾ പരാജയപ്പെട്ടു പോകാൻ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ദൈവം നമ്മളെ പരാജയപ്പെടുത്തല്ല, ദൈവം നമ്മളെ അതിലേക്ക് തള്ളിവിടുന്ന ഒന്നുമല്ല. ഹല്ലേലൂയ. കാരണം നമ്മുടെ അറിവില്ല. ഇവരോട് യാഗപീഠം പണിയാനായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്. യാഗപീഠം ഉണ്ടാക്കണം, നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. പക്ഷെ അവരോട് കണ്ണിക്കണ്ട യാഗപീഠം മൊത്തം ഉണ്ടാക്കാൻ ദൈവം പറഞ്ഞില്ല. ഇത് പലർക്കും പറ്റുന്ന പ്രശ്നം അതാ സിസ്റ്റർ. കാരണം ഇപ്പൊ വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഉള്ളൊരു പ്രവണതയാണ്. അവിടെ ഓടി ഇവിടെ ഓടി അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി. അത് കേൾക്കുന്നേ കേൾക്കും, ഇത് കേൾക്കുന്നേ കേൾക്കും. ഇത് മൊത്തം കൂടെ കേട്ടിട്ട് മൊത്തം ഒരു അവിയൽ പരുവത്തിലായി ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം വചനത്തിൽ തന്നെ ഉപദേശിക്കുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വചനത്തെ വളച്ചൊടിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് അന്ന് ഹാലേലിയ ആ സഹോദരൻ പ്രസംഗിച്ച പറഞ്ഞ കണക്ക് ഒരു 5ാമത്തെ സുവിശേഷം നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പം വേദപുസ്തകത്തെ 4 സുവിശേഷങ്ങളേ ഉള്ളൂ. ഇതൊക്കെ എനിക്ക് ഓക്കെ, ഞാൻ എടുത്തോളാം, ഇതൊക്കെ നമുക്ക് വേണ്ടാട്ടെ, ഇതൊക്കെ മാറ്റിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ കംഫർട്ട് സോണിൽ നിൽക്കാൻ കഴിയുന്ന കണക്ക് വചനത്തെ കോട്ടിക്കളഞ്ഞുകൊണ്ട് കഠിനമായിട്ടുള്ളതൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് നമുക്ക് എളുപ്പമുള്ളതൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നൊരു സുവിശേഷം, അങ്ങനെ പഠിപ്പിക്കുന്നൊരു പഠിപ്പിക്കൽ. അമ്മേ സത്യവചനം അത് സത്യമായി തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്ത് റെവലേഷൻ കൂടി എഴുതിയിരിക്കും അത് പറയുമ്പോ ചിലപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പലരുടെയും ഹൃദയത്തെ അത് സന്തോഷിപ്പിച്ചെന്ന് വരത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവരായി നമ്മൾ നിന്നാൽ മതി. മനുഷ്യരുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച് മനുഷ്യരുടെ മുഖം നോക്കിക്കൊണ്ട് ശുശ്രൂഷിക്കുന്നതിനെക്കാട്ടും നല്ലത് ശുശ്രൂഷിക്കാതെ എവിടെയും മാറിയിരിക്കുന്നതാണ്.
കാരണം അതിന് അത്രത്തോളം പാപം കുറവായിരിക്കും. ഹാലേലിയ. പക്ഷെ നമ്മൾ ഹാലേലിയ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആള് സന്തോഷിക്കണം കേട്ടോ, അവരുടെ ഹൃദയം തണുപ്പിക്കണം. എന്നിട്ട് നമുക്ക് അവരുടെ കയ്യിൽ പോക്കറ്റ് ഇരിക്കുന്ന വല്ലതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വരണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആലോചന പറയും, ദൈവത്തിന്റെ വചനം കൂട്ടിക്കളയും ചെയ്യരുത്. ഹാലേലൂയ. ആമേ ഹാല. ഇവിടെ പറയുന്നത് ആമേ ഹാല 10 അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ചു നടന്ന്. എസെക്കേൽ പ്രവാചകന്റെ പുസ്തകം 22 14 വാക്യം കൂടെ വായിക്കും. 14:22. 22-ന്റെ 14, 14-22 നോക്കട്ടെ. 22-14. 22:14. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരുളിച്ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നമ്മളോട് കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട് ദൈവം. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഹാലേലൂയ ചെയ്യുന്ന നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്ക പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടി ദൈവത്തിന്റെ മുൻപിൽ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടവരാണ്. അന്ന് നമ്മുടെ ദൈവം നമ്മുടെ കാര്യം തീർക്കുമ്പോൾ നമ്മൾ ധൈര്യത്തോടെ ബലപ്പെട്ട് അവന്റെ മുമ്പ് നിൽക്കാൻ പറ്റുമോ നമുക്ക്? ഹാലേലൂയ. ഈ ഒരു ചോദ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹാലേലൂയ. ഇവിടെ എങ്ങനെ ജീവിച്ചാലും ഒരു കുഴപ്പമില്ല. ഹാലേലൂയ. ദൈവത്തെ അങ്ങ് പറ്റിച്ചിട്ട് നമുക്കിങ്ങനെ പോകാമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പറ്റിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ നമ്മൾ പറയുന്നുണ്ട് ഹാലേലൂയ. പലരും പറഞ്ഞു പെട്ട ഇവിടെ നമ്മൾ ചെയ്യുന്നതെല്ലാം ഇരുട്ടത്ത് ചെയ്യുന്ന, വെളിച്ചത്ത് ചെയ്യുന്നേ, കേൾക്ക പറയുന്നേ, കേൾക്കാതെ പറയുന്നേ, ഹാലേലൂയ, ഇതെല്ലാം അവിടെ തത്സമയം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഹാലേലൂയ. ഇതെല്ലാം നമ്മൾ ഹാലേലൂയ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഹാലേലൂയ ദൈവത്തിന്റെ ഹാലേലൂയ ന്യായാസനത്തിന് മുമ്പ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റണം. ഹാലേ അപ്പ ഒരു തെറ്റ് പറ്റി, അപ്പ എനിക്ക് തെറ്റ് പറ്റിപ്പോ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഹാലേലൂയ ഓരോ ദിവസവും നിരപ്പ് പ്രാപിച്ച് നമ്മൾ മുമ്പോട്ട് പോയില്ലെങ്കിൽ ആരെയൊക്കെ പറ്റിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകാമെന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ സാറാമസ്റ്ററെ കുറിച്ച് കുറച്ച് പരദൂഷണവും കുഞ്ഞാമയും കുശുമ്പും എല്ലാം നടന്ന് പറഞ്ഞിട്ട് സാറാമസ്റ്റർ കാണുമ്പോ എന്റെ മുഖത്ത് ആള് കയറത്തില്ലേ? വരുമോ ഇല്ലയോ? വരും. കാരണം വെച്ചാ പിന്നെ നമുക്ക് മിണ്ടാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഹാല ഫേസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഹാലയിലിയ. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുക? നമ്മുടെ ഉള്ളത്തിൽ കള്ളമുള്ളത് കൊണ്ടത്. ഇല്ലെങ്കിൽ നമുക്കത് തോന്നത്തില്ല. ഹാലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതാ പറഞ്ഞ ധൈര്യത്തിൽ ഇതുപോലെ നമ്മൾ ദൈവസന്നിധി ചെന്ന് നിൽക്കുന്ന ദിവസമുണ്ട്, നമ്മളുമായിട്ട് കാര്യം തീർക്കുന്ന ദിവസമുണ്ട്. അവിടെ പോയി നമുക്ക് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുമോ? ഹാലൂയ. പലരും ദൈവത്തിന്റെ നമ്മൾ പഴയ നിയമത്തിലെ കാണുന്നുണ്ട്. വരണ്ട കേട്ടോ, ഇങ്ങോട്ട് വരണ്ട കേട്ടോ, ഞങ്ങൾക്ക് മിണ്ടണ്ട കേട്ടോ, ദൈവത്തെ കാണണ്ട കേട്ടോ, ശബ്ദം കേൾക്കണ്ട കേട്ടോ എന്ന് പറയുന്ന അവസ്ഥ. നമ്മൾ അങ്ങനെയാകരുത്. നമ്മൾ ദൈവത്തെ കാണണം, ദൈവത്തോട് സംസാരിക്കണം, ദൈവശബ്ദം കേൾക്കണം, ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. ഹാലൂയ. നമ്മുടെ കർത്താവ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ പോലും ഹാലൂയ ദൈവം പറഞ്ഞേക്കുന്നത് നിങ്ങൾ അതിധൈര്യത്തോട് ഇങ്ങോട്ട് വാ. ഹാലേലിയ. അപ്പൊ നമുക്ക് അതിന് ജീവിക്കാൻ വേണ്ട കൃപ ഞാൻ നൽകാമെന്നാ പറഞ്ഞേക്കുന്നത്. അല്ല നിനക്ക് ബലഹീനത പറഞ്ഞപ്പോ നിന്നെ എടുത്ത് ദൂരെ കളയുന്നതല്ല കർത്താവ് പഠിപ്പിച്ചേക്കുന്നത്. നിന്റെ ബലഹീനതകളിൽ തികഞ്ഞു വരുന്ന എന്റെ കൃപ അത് നിനക്ക് മതി. നീ അത് പ്രാപിച്ചുകൊണ്ട് നീ ജീവിക്കണം. ഹാലേലിയ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഹാലേലിയ ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന പോലെ തലമുറ ഹാലേലിയ നമ്മൾ വളർത്തുമ്പോ ബാലൻ നടക്കേണ്ടുന്ന വഴി തന്നെ അവനെ അഭ്യസിപ്പിക്കണം. അവൻ പോകുന്ന വഴിയിൽ അവൻ അഭ്യസിപ്പിച്ചുകൊണ്ട് പോകരുത്. നടക്കുന്ന വഴിയിൽ അവൻ അഭ്യസിപ്പിക്കരുത്. നടക്കേണ്ട വഴിയിൽ തന്നെ അഭ്യസിപ്പിക്കണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മളത് പാവമാണ് ചെയ്യുന്ന. ഹാലി ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെ പറയുന്ന. പറയേണ്ടത് പോലെ പറയേണ്ട കാര്യങ്ങൾ പറയണം. പറയരുതെന്ന് പറഞ്ഞ കാര്യം പറയാം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യണം. പലപ്പോഴും നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യത്തില്ല ചിലപ്പോൾ, പക്ഷെ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യത്തില്ല. രണ്ടും തെറ്റാ, രണ്ടും പാപമാണ്. ഹാലേലിയ. അപ്പൊ അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഹാലില്ല നമ്മളൊക്കെ നിൽക്കുന്ന സമയത്ത് എസെക്കേൽ പ്രവാചക പുസ്തകം നമ്മൾ വായിച്ചാണ് കണക്ക് ബോധിപ്പിക്കുന്ന ദിവസം നമുക്ക് ധൈര്യത്തോടെ ഒക്കെ നിൽക്കാൻ പറ്റുമോ എന്ന് നമ്മൾ എന്നും എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് ഇപ്പൊ വന്ന നമ്മൾ ഇപ്പം വന്ന കർത്താവ് ഇപ്പൊ വരികയാണെങ്കിൽ നമ്മൾ പോകുമോ? കർത്താവ് ഇപ്പൊ വന്ന
ഹാലേലിയ. നമ്മൾ അമ്മ ഉപേക്ഷ കഴിഞ്ഞ ദിവസം ഏത് ദൈവദാസനെ പ്രസംഗിച്ചെന്ന് എനിക്കറിയാം. നമ്മുടെ വിജയ പാസ്റ്ററാണ് പറഞ്ഞ, ആരാണെന്ന് എനിക്കറിയത്തില്ല. കർത്താവിന്റെ വരവെങ്കിൽ ഹാലേലിയ ഭയങ്കര ആക്സിഡന്റുകൾ നടക്കുന്നല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹോസ്പിറ്റലൊക്കെ രോഗികളൊക്കെ ഉണ്ട്. കാരണം ചിലപ്പോൾ ഒരാൾ ബസ് ഓടിച്ചോണ്ടിരിക്കുകയായിരിക്കും, കർത്താവിന് അയാളങ്ങ് പറന്നു പോകും, ബസ് എവിടെയെങ്കിലും പോയി ഇടിച്ചു കയറും. ചിലപ്പോൾ ട്രെയിൻ ഓടിക്കും, ഫ്ലൈറ്റ് ഓടിക്കുന്ന ഒരു അങ്ങനെ നിൽക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ വരവിൽ എടുക്കപ്പെടുമ്പോൾ ഹാലേലിയ ഇവിടെ കരച്ചിലും മുറവിളിയും തന്നെയായിരിക്കും ആ സമയത്ത് നടക്കാൻ പോകുന്നത്. ഹാലേലിയ. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഹാലേലിയ. ആ സമയത്ത് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആ ബോധ്യം വേണം. നമ്മളൊക്കെ ബലഹീനരായ മനുഷ്യരാ, ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്ന. എങ്കിലും ഓരോ ദിവസവും ആ ബലഹീനതകൾ ദൈവത്തിന്റെ കൃപ ചോദിച്ചുകൊണ്ട് ആ ശക്തിയിൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സങ്കീർത്തനം ഒന്ന് വായിച്ചോളൂ. 78-ാം സങ്കീർത്തനം ആസാഫിന്റെ ധ്യാനമാണ്. അതിനകത്ത് അവർ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച്, അതിലേക്ക് ചെത്താൻ പറ്റാത്തതിനെ കുറിച്ച്, നമ്മുടെ കുറവുകളെ കുറിച്ച്, നമുക്ക് പറ്റിയ വീഴ്ചകളെ കുറിച്ചൊക്കെ നന്നായി പറയുന്നുണ്ട്. ഹാലേലൂയ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന സമയത്ത് ഓരോ ദിവസവും വീണു പോകാതെ നിൽക്കാൻ തക്കോണുള്ള കൃപ ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.